ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിത്തീരുവാൻ ദൈവം സഹായിക്കുന്ന വലിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വായിക്കുവാനുള്ള വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. ഇസ്രായേൽ ചരിത്രത്തിലെ നിർണായകമായ മാറ്റങ്ങൾ വിവരിക്കുന്നതിനോടൊപ്പം തന്നെ ഏലീശ പ്രവാചകന്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും വിവരിക്കുന്ന ഭാഗമാണിത്. ദൈവത്തിൻ്റെ നീതിയും നമുക്ക് അസാധ്യമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ നടത്തിപ്പും ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്നത്തെ പാഠഭാഗം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ശമര്യയിൽ അതികഠിനമായ ക്ഷാമം അനുഭവപ്പെടുന്നതായി കാണുന്നു. ജനങ്ങളെല്ലാം ക്ഷാമവും നിരാശയും കൊണ്ട് നട്ടം തിരിയുന്നു. എന്നാൽ ദൈവപുരുഷനായ ഏലീശ ഇവിടെ പറയുന്നത് നാളെ ഈ സമയത്ത് ഇവിടെ സമൃദ്ധി ഉണ്ടാകും എന്നാണ്. ഉടനെ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പ്രവാചകനോട് ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. മനുഷ്യ ബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്ന അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ അന്തിമമാണ്. അതൊരിക്കലും പരാജയപ്പെടുകയില്ല. സമയം മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം. അവസരങ്ങൾ, വേദനകൾ, നിരാശകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ഇങ്ങനെ സകലതും മാറ്റിമറിക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. അസാധ്യത്തിൽ പോലും വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവിക വാക്കുകളിൽ നാം സംശയിച്ചു പോയാൽ അനുഗ്രഹം കാണാതെ നാം മാറ്റപ്പെട്ടു പോകും. അതിനാൽ സകലവും സാധ്യമാക്കുന്ന ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കാം. രണ്ടാമതായിട്ട്, യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വക്താക്കൾ ആകുക. ഇവിടെ കൊടും ക്ഷാമമായ വിവരം ആദ്യം അറിയുന്നത് 4 കുഷ്ഠരോഗികളായിരുന്നു. അതിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, ഓരോ തീരുമാനത്തിൽ എത്തുന്നത് നമുക്ക് 9-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചു കേട്ടത്. ഇവിടെ കുഷ്ഠരോഗികൾ സദ്വർത്തമാനത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വാഹകർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നന്മ അറിഞ്ഞിട്ടും അത് പങ്കുവെക്കാതിരിക്കുന്നത് തെറ്റാണ്, പാപമാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നൽകുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. അതോടൊപ്പം അത് പങ്കുവെക്കുന്നവരായിരിക്കണം. അതിലൂടെ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാനും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ സകലവും സാധ്യമാക്കുന്ന ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും സുവിശേഷത്തിൻ്റെ വാഹകരാകുവാനും ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ അങ്ങ് ചെയ്ത വൻ അത്ഭുതങ്ങൾ, വൻ കൃപകൾ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എത്രയൊക്കെ നന്ദി കരയറ്റിയാലും മതിയാവുകയില്ല. എങ്കിലും ദൈവമേ, ഞങ്ങൾ പലപ്പോഴും സംശയാലുക്കളാണ്. അങ്ങേക്ക് സാധ്യമാകുമോ എന്ന സംശയത്തിൽ ഞങ്ങളായിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ സംശയങ്ങളെയൊക്കെ മാറ്റുവാൻ, അങ്ങിൽ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുവാൻ, ദൈവത്താൽ സകലവും സാധ്യമാകുന്നു എന്ന് പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാനും ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണം. ഇന്നത്തെ ദിവസം സ്വർഗീയ നന്മകളാലും അനുഗ്രഹത്താലും പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.